അപ്പോൾ സ്ഥിരം നമ്മൾ ചെയ്യുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മാറി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൾ ഡിവൈസുകളുടെ അല്ലെങ്കിൽ നമ്മളുടെ ആപ്പിൾ പ്രോഡക്റ്റുകൾക്ക് പറ്റുന്ന കുറച്ച് ക്ലാസ് ആക്സസറീസ് ആണ്. സോ ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഞാനിപ്പം 2 മാസത്തിലധികം തന്നെ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള എൻ്റെ അഭിപ്രായവും റിവ്യൂ ആണ്. ആദ്യം തന്നെ ഐഫോൺ ഉള്ള നൊമാഡ് പ്രൊവൈഡ് ചെയ്യുന്ന കേസുകളിൽ നിന്ന് തുടങ്ങാം. ഈ നൊമാഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇതൊരു US ബ്രാൻഡാണ്. നേരത്തെ നമ്മളുടെ ചാനലിൽ നൊമാഡിൻ്റെ കേസുകൾ ആക്സസറീസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ, എനിക്കൊന്ന് 2-3 വർഷത്തിന് മുന്നേ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ നൊമാഡിനുണ്ട്. അതായത് ഇന്ത്യൻ സൈറ്റും അവർക്ക് നൊമാഡിന് ഇന്ത്യൻ വെബ്സൈറ്റും അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ഈ 3 ടൈപ്പ് ഓഫ് കേസിൻ്റെ താഴെ തന്നെ ബോക്സിൽ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. മോഡേൺ ലെതർ കേസ്, സ്പോർട്ട് കേസ്, റക്കറ്റ് കേസ്. ഇതിൽ ഈ ഒരു സ്പോർട്ട് കേസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ലിമിറ്റഡ് എഡിഷൻ ആണ്. കാരണം ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളറാണ്. അതാണ് നിങ്ങൾ ഈ കാണുന്ന. ഇനി ആക്ച്വൽ കേസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നത് ആസ്തറ്റിക്കലി നമുക്ക് പ്ലീസിങ് ആയിട്ടുള്ളൊരു ഓവറോൾ ലുക്കും ഫിനിഷുമാണ്. ഇതിൻ്റെ സൈഡ് ബമ്പേഴ്സ് എന്ന് പറയുന്നത് TPU മെറ്റീരിയലാണ്. നൊമാഡ് ഓഫർ ചെയ്യുന്നത് 7 ഫീറ്റ് വരെ ഹൈറ്റിൽ നിന്ന് വീണാൽ പോലും നമുക്ക് കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു TPU മെറ്റീരിയലാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. iPhone 16 പ്രോയിലുള്ള ആ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ അത് നമുക്ക് ഈസി ആയിട്ട് ആക്സസിബിൾ ചെയ്യുന്ന ടൈപ്പിലുള്ള ഫിംഗേഴ്സ് പ്ലേസ് ചെയ്താൽ സ്ലൈഡ് ചെയ്ത് അതിലേക്ക് പോകുന്ന രീതിയിലുള്ള ആ ഒരു ലിപ്പിങ് ആ ഒരു കേസിങ്ങിൽ ആ ഒരു സൈഡ് ബസൽസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺസ്, ഈ 4 ബട്ടൺസ് എന്ന് പറയുന്നതും അലുമിനിയം ബട്ടൺസ് ആണ്. അത് വളരെ ടാക്ടൈലാണ്. നമുക്ക് ഗ്രിപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പവർ ബട്ടണിലും അതോടൊപ്പം തന്നെ ഈ ഒരു ആക്ഷൻ ബട്ടണിലും നമുക്ക് അവിടെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രിപ്പ് ഫീൽ ചെയ്യും. അത് കൈ പ്ലേസ് ചെയ്യുമ്പം തെന്നി പോകത്തില്ല. അതുപോലെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ലിപ്പിങ്, ആ ഡിസൈൻ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സൈഡിൽ നൊമാഡ് എന്നുള്ള ബ്രാൻഡിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള അപ്പിയറൻസ്. ഇനി ബോട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്പീക്കർ ഗ്രിൽസ് എല്ലാം കാണാം. അതിൻ്റെ കട്ടൗട്ട് എല്ലാം കറക്റ്റാണ്. എക്സെപ്റ്റ് ഈ റൈറ്റ് സൈഡിലെ സ്പീക്കർ ഗ്രില്ല് ഇവിടെ ഇത്ര ഉള്ള പോലെ സെയിം രീതിയിലാണ് അവിടെ വന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ നല്ല ക്വാളിറ്റിയുള്ള മൈക്രോഫൈബർ ക്ലോത്തിങ് ആണ് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ആ റിങ് കാണാൻ സാധിക്കും. നമ്മുടെ വയർലെസ് ചാർജിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന മാക്സേഫ് റിങ് ആണ്. അകത്ത് നൊമാഡ് എന്നുള്ള ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതും TPU മെറ്റീരിയൽസ് ആണ്. നമുക്ക് ഈ ഒരു ക്യാമറ ബമ്പിൻ്റെ അല്ലെങ്കിൽ ക്യാമറ കട്ടൗട്ടിൻ്റെ ചുറ്റും കൊടുത്തേക്കുന്നത്. ഈ ഒരു ക്യാമറ ബമ്പിനെ പറ്റി പറയുമ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ക്യാമറേനേക്കാൾ പ്രൊട്രൂഡ് ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ താഴെ പോയാലും യാതൊരു കുഴപ്പമില്ല. ക്യാമറ എല്ലാം സെക്യൂർ ആയിരിക്കും. ആ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. രണ്ടാമത് മോഡേൺ ലെതർ കേസാണ്. ഇതൊരു ലെതർ അപ്പിയറൻസ് ഉള്ള കേസാണ്. സെയിം ബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് ഇതൊരു വരുന്നത്. ഈ ഒരു ലെതർ കേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇതിനുള്ള നാച്ചുറൽ ലെതറിനുണ്ടാകുന്ന പോലത്തെ വിയർ ആൻഡ് ടിയർ, അതായത് ഒരു പച്ചീന ഇതിന് വരും. അതായത് യുണീക്ക് ആയിട്ടുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ കൈ കൊണ്ട് തൊടുന്ന ഭാഗം, നമ്മൾ ചിലപ്പം ഫ്രീക്വൻ്റ്ലി ഈ കൈ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന ഭാഗത്ത് അവിടെയൊക്കെ ഓരോ സ്കഫിങ്ങും മാർക്കിങ്ങും നാച്ചുറൽ ലെതറിന് എന്തൊക്കെയാണോ വരുന്ന മാറ്റങ്ങൾ അതെല്ലാം തന്നെ ഇവിടെയും സംഭവിക്കും. അപ്പോൾ അതൊരു യുണീക്ക് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ഫോൺ കേസിന് ചുറ്റിനും. ഇതൊരു വെജിറ്റബിൾ ടാൻ ലെതറാണ്. 2 കളേഴ്സിൽ എനിക്ക് തോന്നുന്നു അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ ബോട്ടത്തിൽ ആ ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കും. നമുക്ക് കംപ്ലീറ്റ്ലി വൈഡ് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു സ്പീക്കർ ഗ്രില്ലും 2 സൈഡിൽ സ്പീക്കർ ഗ്രിൽസ് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ലിനിയർഡ് കേബിൾസ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാനുള്ള ചെറിയൊരു ഹുക്കും ഈ 2 സൈഡുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെ മൂന്നാമതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേസ്, റഗഡ് കേസ്. നമുക്ക് വാഹനങ്ങളിൽ ഓൾ ടെറൈൻ ടയേഴ്സ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഐഫോണിൽ ഏത് കാലാവസ്ഥയിലും ഏത് കണ്ടീഷൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് ഈ ഒരു റഗഡ് കേസ്. വളരെ ഹാർഡായിട്ടുള്ള TPU ആണ് സൈഡിൽ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം കാണാം. കമ്പയറിംഗ് ടു സ്പോർട്ട് കേസ് ഈ ഒരു സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് മാസീവ് ആയിട്ടുള്ള ഒരു സൈസ് ഡിഫറൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കാണാം എത്രത്തോളം ലിഫ്റ്റഡ് ആണ് ഈ ഒരു റഗഡ് കേസ് എന്നുള്ളത്. പിന്നെ സൈഡ് എഡ്ജസ് നിങ്ങൾ കാണാം ലിഫ്റ്റഡ് ആണ്. ഈ 4 കോർണേഴ്സും നമുക്ക് എന്തെങ്കിലും ഇമ്പാക്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ഈ കേസ് ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. എന്ത് സംഭവിച്ചാലും ഈ ഫോണിന് ഒരു ഡാമേജും ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം ഗ്യാരണ്ടീഡ് ആണ്. കാരണം ഇത് സൈഡ് ഈ ഒരു ബെസൽസിൻ്റെ സൈഡ് കുത്തി വീണാൽ പോലും ഇത് സൈഡ് പ്രൊട്രൂഡ് ആണ് നിൽക്കുന്നത്. ഈ 4 കോർണേഴ്സും തള്ളിയാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെ ബാക്കിൽ ഫ്ലിപ്പ് ചെയ്താണ് വീഴുന്നെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ സാധിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആ ഒരു കോർണേഴ്സ് കാണാൻ സാധിക്കും. ലിഫ്റ്ററാണ്, 4 കോർണേഴ്സും ലിഫ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു കുഴപ്പമില്ല, നല്ല ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കേസാണ്. ഫ്രണ്ടിൽ നിന്നുള്ള അപ്പിയറൻസ് ഇതാണ്. കേസ് വന്നു കഴിയുമ്പം ഫോണിൻ്റെ ആ ഒരു ആസ്തറ്റിക്സ്, ഫോൺ ഒരു തിക്കർ ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്. ബാക്കിയുള്ള കേസുകൾ പോലെയല്ല, തിക്കർ ഫീലിംഗ് ആണ് വരുന്നത്. അത് ഫ്രണ്ടിൽ നിന്നുള്ള അപ്പിയറൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന സ്ക്രീൻ പ്രൊട്ടക്ടറിനേക്കാളും കുറച്ചും കൂടെ ലിഫ്റ്റഡ് ആണ് ഫ്രണ്ടും. ഇനി ബോട്ടത്തിലേക്ക് വരുമ്പം ഇവിടെയും ലിനിയർഡ് കേബിൾസ് യൂസ് ചെയ്യാനുള്ള ആ ഒരു സ്പേസിങ് അല്ലെങ്കിൽ ആ ഒരു ഹുക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു സ്റ്റൈലിഷ് ആൻഡ് സ്പോർട്ടി ലുക്കിംഗ് കേസ് വേണം, എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഡിവൈസ് സെക്യൂർ ആയിരിക്കണം എന്നുള്ള
എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് കേസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല വെൽ മെയ്ഡ് ക്വാളിറ്റിയാണ്, വെൽ ബിൽഡാണ്. എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിന് ഇച്ചിരി ക്ലാസി അപ്പിയറൻസ് കൊടുക്കണം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്ലാസി ഫീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ പറ്റുന്ന ഒരു കേസാണ് ഈ ഒരു വെജിറ്റബിൾ ടാൻ ലെതർ കേസ്. നല്ല കേസാണ്, നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കേസാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് റഫായിട്ട് നിങ്ങളൊരു ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പറ്റുന്ന അടിപൊളി സ്റ്റാൻഡേർഡ് കേസാണിത്. ഇത് ഡിഫറെൻറ്റ് കളേഴ്സ് ഓപ്ഷനിൽ ഈ പറഞ്ഞ കേസുകളെല്ലാം അവൈലബിൾ ആണ്. കേസുകൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ള മറ്റ് ആക്സസറീസ് എന്ന് പറയുന്നത് സ്ട്രാപ്പും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോൺ നിങ്ങൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൺ ദ ഗോയിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹൈ ക്വാളിറ്റി USB Type-C to Type-C കീ ചെയിൻ കേബിളാണ് ഈ ഒരു നൊമാഡ് എന്നുള്ള ചാർജർ കീ എന്ന് പറയുന്ന ഈ ഒരു കേബിൾ. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ നിങ്ങളുടെ ഫോൺ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മറ്റൊരു ഐഫോൺ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിവൈസ് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതൊരു മെറ്റാലിക് ബിൽഡാണ്. ഇതിൻ്റെ ടോപ്പ് സ്ട്രക്ചറും ഈ USB Type-Cയുടെ ഈ ഒരു ഏരിയയും മെറ്റാലിക് ബിൽഡാണ്, മെറ്റലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടും മാഗ്നറ്റ് അറ്റാച്ച്ഡ് ആണ്. ഇത് നമ്മുടെ കാറിൻ്റെ കീ ചെയിനിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഒരു കേബിളിൻ്റെ ഭാഗം ഇതാണ്, ഈ ഒരു പോർഷനാണ് കേബിളിൻ്റെ ഭാഗം. ഇത് ഹൈ ക്വാളിറ്റി ഉള്ള നൈലോൺ ബ്രൈഡഡ് കേബിൾസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ച് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് കീറിപ്പോവും അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി വാച്ച് സ്ട്രാപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൽ കാണാം സ്പോർട്സ് ബ്രാൻഡാണ് ഇത്. അതിൽ ഒരെണ്ണം മാത്രം റോക്കി പോയിന്റ് ബാൻഡ് എന്ന് പറയുന്ന ഒരു സ്ട്രാപ്പാണ്. ഇതിൻ്റെ പാക്കേജിങ്ങും വളരെ സിമ്പിളാണ്, എക്സെപ്റ്റ് ഈ ഒരു ബോക്സ് മാത്രം. ഇത് വേർജുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളറായിരുന്നു അല്ലെങ്കിൽ ബാൻഡായിരുന്നു ഇത്. പോപ്പപ്പ് ആയിട്ടുള്ള കളേഴ്സിനോടൊപ്പം തന്നെ വളരെ സെറ്റിലായിട്ടുള്ള മ്യൂട്ടഡ് ആയിട്ടുള്ള കളേഴ്സും നൊമാഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് ഈ ഒരു ആർമി ഗ്രീൻ. അതോടൊപ്പം ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ലൈറ്റ് ബ്ലൂ, അതുപോലെ തന്നെ വൈറ്റ് കളറുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് അവരുടെ സൈറ്റ് വിസിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കോപ്പി, അതായത് ഈ ഒരു പാറ്റേണിലുള്ള ഈ ഡിസൈനിലുള്ള നൊമാഡിന് തന്നെ കോപ്പി സാധനങ്ങൾ നമുക്കിവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഈ ഒരു ഡിസൈൻ കോപ്പി അടിച്ചിട്ട് വരുന്ന സാധനങ്ങളാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും ഇതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഒന്നും കാണത്തില്ല. ഇത് പ്രീമിയം ക്വാളിറ്റി FKM എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ വളരെ കംഫർട്ടാണ് യൂസ് ചെയ്യാൻ, അതോടൊപ്പം ഡ്യൂറബിളാണ്. നമ്മളെ സ്വെറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ പോലും നമുക്ക് ഇത് കഴുകാൻ ക്ലീൻ ചെയ്യാൻ സാധിക്കും വളരെ ഈസി ആയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻക്ലോഷർ എന്ന് പറയുന്നത് അലുമിനിയാണ്. ഇതിനകത്ത് ഈ ഒരു ഹോളുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബ്രീത്തബിൾ ആണ്. നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ് ഉപയോഗിക്കുമ്പോൾ ഉള്ളതിൻ്റെ അത്ര പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ഉപയോഗിക്കുമ്പോൾ ഇല്ല. അതുകൊണ്ടാണ് മെയിൻലി ഞാൻ ഈ ഒരു സ്ട്രാപ്പ് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ 24/7 മിക്കപ്പോഴും ചാർജ് ചെയ്യുന്ന സമയം ഒഴിച്ചാൽ ബാക്കി എപ്പോഴും എൻ്റെ കയ്യിൽ ആപ്പിൾ വാച്ച് കാണും. പിന്നുള്ളതാണ് റോക്കി പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു ബാൻഡ്. ഈ റോക്കി പോയിന്റ് ബാൻഡ് ഇത് കുറച്ചും കൂടെ ടഫ് ലുക്കാണ്. നമുക്കറിയാം മറ്റേ ബാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ടഫ് ആൻഡ് റഫ് ലുക്കാണ്. കാരണം ഇത് കുറച്ചും കൂടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാൻഡാണ്. അതോടൊപ്പം തന്നെ ഇത് ഞാൻ ഈ ഒരു ആപ്പിൾ വാച്ച് അൾട്ര ആയിട്ട് സിങ്ക് ആയി പോകുന്നതിൻ്റെ കാര്യം ഗ്രേഡ് 5 ടൈറ്റേനിയം തന്നെയാണ്. ആപ്പിൾ വാച്ച് അൾട്രയിലുള്ള പോലെ ആ ഒരു ടൈറ്റേനിയം തന്നെയാണ് ഇതിലും യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഒരു ഓറഞ്ച് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയിലെ ഈ ഒരു ഓറഞ്ചുമായിട്ട് കുറച്ച് മാച്ചായി പോകുന്ന രീതിയിലുള്ള ഒരു ഓറഞ്ചാണ്. സോ കമ്പാരിറ്റീവ്ലി ഡ്യൂറബിലിറ്റി വൈസ് നിങ്ങൾക്ക് അതുപോലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രം ഡ്യൂറബിലിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ഈ റോക്കി പോയിന്റ് ബാൻഡ് ആയിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് എഫിഷ്യൻറ്റ്. അല്ലാത്ത പക്ഷം ഈ നോർമൽ ബാൻഡ് ഇത് നമുക്ക് നോർമൽ ആപ്പിൾ വാച്ചിനെ കൊടുത്ത് യൂസ് ചെയ്യാം, ആപ്പിൾ വാച്ച് അൾട്രയുടെ കൊടുത്തും യൂസ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഈസി യൂസാണ്. അത് ഇടാനാണേലും ഊരാനാണേലും നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇതെങ്ങോട്ട് ഇടുക, ഇതിങ്ങനെ ചുറ്റുക, ഇതിലേക്ക് അങ്ങ് സ്നാപ്പ് ചെയ്ത് വെക്കുക, പരിപാടി കഴിഞ്ഞു. ഇതങ്ങ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം പോകാം. ഓൺ ദ ഗോയിൽ തന്നെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. മറ്റേ പോലെ നമ്മൾ സ്ട്രാപ്പ് വലിച്ചിടാനോ അല്ലെങ്കിൽ കൈ കുത്തി കയറ്റാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് ഓപ്പൺഡാണ്. ഇത് ഇങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു വാച്ച്, ഈ ഒരു ബാൻഡ് നിങ്ങളിങ്ങനെ ട്വിസ്റ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അത് തിരിച്ചതിൻ്റെ ആ ഒരു ഒറിജിനൽ ഷേപ്പിലേക്ക് തിരികെ വരുന്നതായിരിക്കും, യാതൊരു കുഴപ്പമില്ലാതെ. അതാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡുകളിൽ ഒന്നാണ് നൊമാഡ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch next video. Till then, peace.